ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സംഗ്രഹം പ്രഥമസ്കന്ധം 11-ാം അധ്യായം. ദ്വാരകാ പ്രദേശത്ത് എത്തിയ ഉടൻ ഭഗവാൻ തന്റെ പാഞ്ചജന്യമെന്ന ശംഖ് എടുത്തു വിളിച്ചു. ഗംഭീരമായ ആ ശബ്ദം കേട്ട് ദ്വാരകാവാസികൾ ഭഗവാന്റെ എഴുന്നള്ളത്താണെന്നറിഞ്ഞ് ആനന്ദപരവശരായി എഴുന്നേറ്റു. അവർ ബദ്ധാഞ്ജലികളായി ഭഗവാനോട് പറഞ്ഞു, ഹേ നാഥ, ബ്രഹ്മാദികൾക്ക് പോലും ദുർദശമായ അവിടുത്തെ ലോകൈകമോഹന സ്വരൂപം ദർശിക്കുവാൻ ഭാഗ്യമുണ്ടായ ഞങ്ങൾ തന്നെ കൃതാർത്ഥന്മാർ. ഞങ്ങൾക്ക് മാതാവും പിതാവും സുഹൃത്തും പതിയും ഗുരുവും പരദൈവതവും എല്ലാം അവിടുന്ന് തന്നെ. ഞങ്ങളിൽ എന്നും കൃപാമൃതം വർഷിക്കണമേ. അലങ്കൃതമായ ദ്വാരകയിൽ സർവത്ര ആനന്ദ കോലാഹലമായി. ഭഗവാൻ കുശലപ്രശ്നാദികളെ കൊണ്ടും മന്ദഹാസാദികളെ കൊണ്ടും എല്ലാവരെയും മാനിച്ചു. ഗുരുജനങ്ങളെ വന്ദിച്ചു. നിത്യവും ഭഗവാന്റെ സൗന്ദര്യാമൃതം കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുന്നവരാണെങ്കിലും ദ്വാരകാവാസികൾക്ക് അതിൽ തൃപ്തി വരുന്നില്ല. നിർനിമേഷ ദൃഷ്ടികൾ കൊണ്ട് ആ ആനന്ദമൂർത്തിയെ നോക്കിക്കൊണ്ടു തന്നെ നിന്നു. ഭഗവാൻ മാതാപിതാക്കന്മാരുടെ പാദങ്ങളെ ഭക്തിപൂർവം വന്ദിച്ചു. അവർ പ്രിയപുത്രനെ ആനന്ദാശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അനന്തരം ഭഗവാൻ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. പുണ്യപുഞ്ചകളായ ഭഗവത് പത്നിമാർ പ്രേമോന്മത്തകളായി അവിടുത്തെ സ്വീകരിച്ചു. ആത്മാരാമനായ ഭഗവാൻ ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട് പ്രാകൃതനെ പോലെ അവരോടുകൂടി രമിച്ചു. 12-ാം അധ്യായം. അഭിമന്യുവിന്റെ പത്നിയായ ഉത്തര ശുഭമുഹൂർത്തത്തിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ആനന്ദപരവശനായ ധർമ്മപുത്രൻ ദൗമ്യാദികളായ ബ്രാഹ്മണരെ കൊണ്ട് ജാതകർമ്മം യഥാവിധി ചെയ്യിച്ചു. കുട്ടിയുടെ ഭാവി ശ്രേയസ്സിനെ കരുതി പല പല പുണ്യകർമ്മങ്ങളും ചെയ്തു. ജാതക കോവിദന്മാർ വിഷ്ണുരാധനെന്നും പരീക്ഷിത്തെന്നും പ്രസിദ്ധനായി തീരാൻ പോകുന്ന ഈ ശിശുവിന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചു. വംശാവലംബമായ ശിശു സർവഗുണനിലയനും ഭാഗവത അഗ്രഗണ്യനുമായി തീരുമെന്ന അറിഞ്ഞപ്പോൾ പാണ്ഡവന്മാരുടെ ആനന്ദത്തിന് അതിരില്ലാതായിത്തീർന്നു. അവരുടെ പ്രേമപൂർവമായ പരിരക്ഷയിൽ വിഷ്ണുരാധൻ ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ അനുദിനം വർദ്ധിച്ചു വന്നു. രാജസിംഹാസനത്തിലിരുന്നാലും ധർമ്മപുത്രരുടെ മനസ്സ് ഭഗവാന്റെ ദിവ്യ കോമള വിഗ്രഹത്തിൽ തന്നെ നിരന്തരം രമിച്ചുകൊണ്ടിരുന്നു. എല്ലാ കർമ്മങ്ങളും ആ സർവശക്തന്റെ ശ്രീപാദാംബുജങ്ങളിൽ അർപ്പിച്ചുകൊണ്ടു തന്നെ തന്തിരുവടിയുടെ ആജ്ഞയെ ശിരസ വഹിച്ച് അനാസക്തനായി രാജപരിപാലനം ചെയ്തു കൊണ്ടുവന്നു. അപ്പോൾ ഭൂമിയിൽ പാലും തേനും ഒഴുകുവാൻ തുടങ്ങി. പ്രജകളെല്ലാം ആനന്ദഭരിതരായി. ഭഗവത് ലീലകളുടെ ഗാനത്താൽ ആകാശം മുഖരിതമായി. ഭാരതത്തിന്റെ മഹിമ അത്യുച്ചകോടിയെ പ്രാപിച്ചു. ധർമ്മപുത്രൻ ഭഗവാനെ വരുത്തി അശ്വമേധയജ്ഞങ്ങൾ കൊണ്ട് അവിടുത്തെ തന്നെ യജിച്ചു. ഇതെല്ലാം നടത്തി കുറച്ചു മാസങ്ങൾ അവിടെ താമസിച്ചതിനു ശേഷം അവിടുന്ന് അർജുനനെയും കൂട്ടി ദ്വാരകയ്ക്ക് തന്നെ മടങ്ങി.